ഇന്ന് നമ്മൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് 6ാമത്തെ ലെസൺ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ലെസൺ 5 ഞാൻ നിങ്ങൾക്ക് എഴുതാൻ കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതെല്ലാവരും എഴുതി കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് വായിച്ചു. അതിൽ പറയാൻ മാത്രം തെറ്റൊന്നും നിങ്ങൾക്കില്ല. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നില്ലെന്നുള്ളത് ശരിയാണ്. ഓരോ തിരക്കി പെട്ടുപോയി, അതുകൊണ്ടാണ് എനിക്ക് റിപ്ലൈ തരാതിരുന്നത്. ഞാനിത് വായിച്ചു നോക്കി, എല്ലാവരും തന്നെ ശരിയായിട്ടാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഇനി ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഞാൻ അതിൽ തന്നെ നിങ്ങൾക്ക് തന്നേക്കാം. റിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പറയാൻ തെറ്റൊന്നുമില്ല. എനിക്ക് ഒത്തിരി സന്തോഷമായി നിങ്ങളൊക്കെ അത് നന്നായിട്ട് എഴുതുന്നത് കാണുമ്പോൾ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഡിഡ് അല്ലെ, പാസ്റ്റ് കാര്യങ്ങൾ പഠിച്ചു, ഈ സമാറിന്റെ കാര്യങ്ങൾ പഠിച്ചു, വാസ് വേർ പഠിച്ചു, ഡിഡിന്റെ വാസിന്റെ അല്ലെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ വുഡിന്റെ ഉപയോഗമാണ് പഠിക്കാൻ പോണത്. വുഡിന്റെ ഉപയോഗം പഠിക്കുമ്പോൾ അതിനു മുമ്പേ തന്നെ അപ്പൊ നമ്മൾ വില്ല് എന്താണെന്ന് അറിയണം. എല്ലാവർക്കും വില്ല് എന്താണെന്ന് അറിയാം, പക്ഷെ വുഡ് എന്താണെന്ന് അറിയില്ല. അതാണ് എല്ലാവരുടെയും പ്രശ്നം. വിൽ എന്ന് പറഞ്ഞാല് ഇതാ, ബുക്കും പെന്നും എടുത്തിട്ടുണ്ടല്ലോ, എല്ലാവരും എഴുതി പോന്നോളൂ കേട്ടോ. ഈ എന്ന ഒരു മലയാള അക്ഷരം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് ഉപയോഗിക്കേണ്ടത്. എല്ലാവരും എഴുതി പോന്നോളൂ. അപ്പൊ വില്ല് നമ്മൾ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ അത് നമുക്ക് വളരെ ഉറപ്പുള്ള ഒരു കാര്യത്തിനായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. ഉറപ്പുണ്ടാവണം. വില്ല് ഉപയോഗിച്ച് പറയുമ്പോൾ ഉറപ്പുണ്ടാവണം. പക്ഷെ വുഡ് ഉപയോഗിച്ച് പറയുമ്പോൾ എന്താ, നമുക്കത് ഉറപ്പില്ല. അങ്ങനെ സംഭവിച്ചേക്കാം. ഉറപ്പില്ലാത്ത കാര്യമാണ്, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. സാധ്യതയില്ല. വില്ല് ഉപയോഗിക്കുന്നത് ഉറപ്പുണ്ട് നമ്മൾ സംസാരിക്കും. പക്ഷെ വുഡ് എന്ന് പറഞ്ഞാൽ അതിന് സാധ്യതയില്ല, സാങ്കല്പികം മാത്രമാണ്. ചിലപ്പോൾ അങ്ങനെ നടക്കുമായിരിക്കാം എന്ന് പറയാനാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് സെന്റൻസുകൾ പല രീതിയിൽ വുഡ് ഉപയോഗിക്കാം. നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് വുഡ് എന്താണ്, പാസ്റ്റ് ഓഫ് ദ വില്ല് എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. പക്ഷെ അങ്ങനല്ല. വുഡ് നമുക്ക് പാസ്റ്റ്, വില്ലിന്റെ പാസ്റ്റ് ആണ്. പക്ഷെ വുഡ് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പുറത്ത് ഭയങ്കര മഴയാണ്. ആ സൗണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ക്ഷമിക്കാം. അപ്പൊ ഞാൻ അവിടെ സെന്റൻസുകൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അമൽ വിൽ ഡു, ദേ വിൽ സെൻഡ് ദ മെസ്സേജ്. എങ്ങനെയാണ് പറയുക? ഐ വിൽ ഡ്രൈവ് ദ കാർ എന്ന് പറഞ്ഞാൽ എന്താ? അമൽ എന്ന് പറഞ്ഞാൽ അമല്, ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, വിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞു അമൽ ചെയ്യും. എന്തെന്നാണ് ഇതിന്റെ അർത്ഥം? അമൽ ചെയ്യും. അമലിന് ചെയ്യുമെന്ന ഉറപ്പുണ്ട്, അല്ലെങ്കിൽ പറയുന്ന എനിക്ക് അമൽ ചെയ്യുമെന്ന ഉറപ്പുണ്ട്. അമൽ വിൽ ഡു, അമൽ ചെയ്യും. ദേ വിൽ സെൻഡ് ദ മെസ്സേജ്. ദേ എന്ന് പറയാൻ അവർ, ദേ എന്ന് പറയാൻ അവർ, സെൻഡ് അയക്കുക, മെസ്സേജ് അവൻ മെസ്സേജ് അയക്കും. ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ല് ഉപയോഗിച്ചു. ഐ വിൽ ഡ്രൈവ് ദ കാർ. ഞാൻ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഡ്രൈവ് ദ കാർ ഞാൻ വണ്ടി ഓടിക്കും. വണ്ടി ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കും. ഇങ്ങനെ നമുക്ക് വില്ല് പറയാം. അല്ലെങ്കിൽ പറയും അമൽ ചെയ്യാം എന്നും പറയാം, അവർ അയക്കാം എന്നും പറയാം, ഞാൻ വണ്ടി ഓടിക്കാം. എങ്ങനെയും നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് വില്ലിന്റെ ഉപയോഗം. ഇത് ചെയ്യും, പറയും. എങ്ങനെയാണ് വില്ല് വരുന്നത്? ചെയ്യും, പറയും, കളിക്കും, പിന്നെ എന്താണ്, വായിക്കും, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ സെന്റൻസുകൾ തന്നെ നമ്മൾ വുഡാക്കി മാറ്റുന്നേ എന്ന് നോക്കാം. വുഡാക്കി മാറ്റുന്ന പല രീതിയിൽ നമുക്ക് ഇത് സെന്റൻസിനെ വുഡാക്കാം. ആദ്യം നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയും. അതായത് അമലല്ലേ എന്നോട് പറഞ്ഞത്, അമൽ ചെയ്തോളാം, അമൽ ചെയ്യാം എന്ന് അമൽ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാന് വേറൊരാളോട് പറയാണ്, അമൽ പറഞ്ഞു അവൻ ചെയ്തു കൊള്ളാമെന്ന്. മനസ്സിലായോ? ഇവിടെ എന്താ, ദേ വിൽ സെൻഡ് ദ മെസ്സേജ്, അവര് മെസ്സേജ് അയക്കുമെന്നാണ് പറയണത്. അപ്പൊ ഞാൻ വേറൊരാളോട് പറയാണ്, അവര് പറഞ്ഞു അവര് മെസ്സേജ് അയച്ചോളാമെന്ന്. ഇവിടെ എന്താണ്, ഐ വിൽ ഡ്രൈവ് ദ കാർ, ഞാൻ കാറ് ഓടിച്ചോളാം. അന്നേരം
വേറൊരാള്, ഞാൻ വേറൊരാളോടാണല്ലോ പറയണത്, ആ ആള് മറ്റേ ആളോട് എന്തെന്ന് പറയാണ്? അവള് പറഞ്ഞു അവള് വണ്ടി ഓടിച്ചോളാമെന്ന്. പിടുത്തം കിട്ടിയോ നിങ്ങൾക്ക്? ഒന്നും കൂടെ പറയാം. അമൽ ചെയ്യുമെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, അല്ലെ? അമല് ചെയ്യുമെന്ന് പറഞ്ഞു. അമല് എൻ്റെ ഫ്രണ്ടാണ്. അമൽ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തോളാമെന്ന്. അമൽ ചെയ്തോളാം. അപ്പൊ ഞാന് നിങ്ങളോട് വന്ന് പറയുകയാണ്, അമൽ എന്നോട് പറഞ്ഞു, അമല് പറഞ്ഞു അവൻ ചെയ്തോളാമെന്ന്. ക്ലിയർ? പിടുത്തം കിട്ടിയില്ലേ? ഇനി ദേ വിൽ സെൻഡ് ദ മെസ്സേജ്. അവർ മെസ്സേജ് സെൻഡ് ചെയ്തോളാം, അല്ലെങ്കിൽ ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങളോട് വീണ്ടും ഒന്ന് പറയാണ്, അവര് പറഞ്ഞു അവര് മെസ്സേജ് സെൻഡ് ചെയ്തോളാമെന്ന്. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ വണ്ടി ഓടിച്ചോളാം. ചെറുതായിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ എനിക്കും അറിയാം കേട്ടോ, വലിയ ഡ്രൈവർ ഒന്നും അല്ലേ, ചെറുതായിട്ടൊക്കെ ഓടിക്കാം. അപ്പോൾ ഞാൻ പറയാണ് ഞാന് വണ്ടി ഓടിച്ചോളാമെന്ന് നിങ്ങളോട് പറയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് മറ്റേ ആളോട് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ എന്താണ് നിങ്ങൾ പറയാണ്, അവള് പറഞ്ഞു അവള് വണ്ടി ഓടിച്ചോളാമെന്ന്. ക്ലിയർ? ഓക്കെ, നമുക്കിനി അതെങ്ങനെ എഴുതാം എന്നാണ് നോക്കാൻ പോകുന്നത്. അമൽ വിൽ ഡു, ഉറപ്പുള്ള കാര്യമാണ്. ഇതിപ്പോ നമ്മൾ ഇനി പറയുന്നത്, ഇപ്പൊ ഞാൻ ഇവിടെ എഴുതി ഉറപ്പില്ല, സാധ്യത, പല കാര്യങ്ങളിലും വുഡ് ഉപയോഗിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളിലേക്ക് പറയും, അതായത് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയും. ഇങ്ങനെ ഇതിലും നമുക്ക് വുഡാണ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ, അമൽ വിൽ ഡു. ഇനി നമുക്ക് എന്താണ്? അമൽ ചെയ്യും. ഇനി ഞാൻ നിങ്ങളോട് എന്താ പറയുന്നത്? അമൽ പറഞ്ഞു എന്ന് എനിക്ക് പറയണം. എന്തെന്ന് പറയണം? അമൽ തന്നെ പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞോളൂ. V2 അല്ലെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അമൽ സെഡ്. അമൽ എന്താണ് പറഞ്ഞത്? അമൽ സെഡ് അവൻ ചെയ്തോളാമെന്ന്. ഹി വുഡ് ഡു. ഡു. അപ്പൊ നമ്മള് ഇതിനെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഇവിടെ ഒരു ദാറ്റ് ചുമ്മാ അങ്ങ് കൊടുത്തേരാ. നിങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് മുടക്കൊന്നുമില്ലല്ലോ നമുക്ക്. അപ്പൊ അതെന്തായി? ആ സെന്റൻസിന് ഒരു ഘടനയായി. അപ്പൊ അത് അമല് പറഞ്ഞു എന്തെന്ന് പറയാനാണ് നമ്മൾ ദാറ്റ്. അതങ്ങ് കൊടുത്തേരെ, നിങ്ങൾ മറക്കണ്ട, അതങ്ങനെ മനസ്സിലങ്ങ് കൊടുത്തേരെ. അമൽ സെഡ് ദാറ്റ് ഹി വുഡ് ഡു. അമൽ പറഞ്ഞു അവൻ ചെയ്തോളാമെന്ന്. ഇവിടെ വുഡിന്റെ അർത്ഥം എന്ത് വന്നു? മെന്ന്. അമൽ സെഡ് ദാറ്റ് ഹി വുഡ് ഡു. അവൻ ചെയ്തോളാമെന്ന്. ഇനി പലരും വരുത്തുന്നൊരു തെറ്റ്, അമൽ സെഡ് ദാറ്റ് ഹി വിൽ ഡു. കാരണം അവൻ ചെയ്തോളാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നമുക്കറിയാം, വില്ലെന്ന് പറയുന്നത് ഫ്യൂച്ചർ ആണ്. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എപ്പോഴും വില്ലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കാണിക്കും? അമൽ സെഡ് ദാറ്റ് ഹി വിൽ ഡു എന്ന് എഴുതും. എഴുതരുത്. ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്തെന്ന് മനസ്സിലായി? എഴുതരുത്. നമ്മൾ ഇവിടെ പാസ്റ്റല്ലേ കൊടുത്തത്. ഇവിടെ നമുക്ക് എന്ത് തന്നെ വരണം? മെന്ന്, വുഡ്, വില്ല്, അരുത്. വില്ല്, അരുത്. റെഡ് ലൈനിൽ എഴുതി വെക്കൂ. ക്ലിയർ? ദേ വിൽ സെൻഡ് ദ മെസ്സേജ്. പെട്ടെന്ന് നിങ്ങൾ എഴുതൂ. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായ രീതി നിങ്ങളുടെ ബുക്കിൽ വേഗം എഴുതൂ. ഞാൻ തന്നെ ഇങ്ങനെ എപ്പോഴും എഴുതിക്കൊണ്ടിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. ബുക്ക് വേഗം എഴുതൂ. എഴുതിയോ? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം. ദേ വിൽ സെൻഡ് ദ മെസ്സേജ്. മെസ്സേജ് അവര് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ അയക്കും. അപ്പൊ ഇതെന്താണ്? ഞാൻ നിങ്ങളോട് പറയാണ്, അവർ പറഞ്ഞു. അവർ, ദേ പറഞ്ഞു, സെഡ്. പിന്നെ ഇവിടെ ഒരാളെ നമ്മളങ്ങ് കൊടുത്തേരെ. ആർക്കും ഒരു സങ്കടം ഒന്നും വേണ്ട, അല്ലെ? നമ്മളിവിടെ ദാറ്റ് അങ്ങ് കൊടുക്കുകയാണ്. അതായത് അവർ പറഞ്ഞു, അതെന്താണെന്ന് പറയാനാണ് ദാറ്റ്. അപ്പൊ പലർക്കും അതങ്ങനെ ഓർത്തിരിക്കില്ല. അതുകൊണ്ട് ഇങ്ങ് ഓർത്ത് അവിടെ ഒരു ദാറ്റിനെ കൊടുത്തേരെ. ദേ സെഡ് ദാറ്റ്. എന്താണ് അവർ പറഞ്ഞത്? ദേ, അവർ ചെയ്തു കൊള്ളാമെന്ന്. ദേ വിൽ സെൻഡ്. ഇങ്ങനെ എത്ര പേരെഴുതി? തെറ്റിപ്പോയില്ലേ? ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾക്ക് V2 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തേ പറ്റുള്ളൂ? വില്ല് പറ്റില്ല. ഫ്യൂച്ചർ ആണെങ്കിൽ പോലും നമുക്കിവിടെ വില്ല് പറ്റില്ല. എന്തേ പറ്റുള്ളൂ? വുഡേ പറ്റുള്ളൂ. They would send the message. നിങ്ങൾ എഴുതിക്കോളൂ. മെന്ന്, വുഡ് അല്ല, സെൻഡ് ചെയ്തു കൊള്ളാമെന്ന്
അവർ പറഞ്ഞു. ഇനിയും മനസ്സിലാകാത്തവരുണ്ടോ? ഇതും കൂടി ഒന്ന് നോക്കാം. ഐ വിൽ ഡ്രൈവ് ദ കാർ. ഞാന് വണ്ടി ഓടിച്ചോളാം. നമ്മൾ ട്രിപ്പിന് പോവാണേ, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോ പൊതുവെ ഡ്രൈവേഴ്സിനൊക്കെ എന്താണ്, ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ മടിയാണ്. അപ്പൊ ഒരാൾ ഡ്രൈവ് ചെയ്തു കൊള്ളാമെന്ന് പറയുമ്പോൾ മറ്റേ ഉള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ പറയാണ്, അവള് പറഞ്ഞിട്ടുണ്ട് അവള് വണ്ടി ഓടിച്ചോളാമെന്ന്. എങ്ങനെ എഴുതും? പെട്ടെന്ന് എഴുതിക്കോളൂ നിങ്ങള്. അവള് പറഞ്ഞിട്ടുണ്ട്, അവള് പറഞ്ഞു. ഷീ സെഡ്. ഇപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ചിന്തിക്കും അവിടെ ഹാസകാവൊക്കെ വേണ്ടേന്ന്. പറഞ്ഞു തരാം കേട്ടോ, നമുക്ക് ആ ക്ലാസ്സിലോട്ട് എത്തുമ്പോൾ പറഞ്ഞു തരാം. ഷീ സെഡ്, അവള് പറഞ്ഞു. അവൾ എന്തെന്ന് പറഞ്ഞു? ദാറ്റ് കൊടുത്തു. എന്തെന്നാണ് പറഞ്ഞത്? അവൾ വണ്ടി ഓടിച്ചു കൊള്ളാമെന്ന്. ഷീ വുഡ് മെന്ന്. ഷീ വുഡ് ഡ്രൈവ് ദ കാർ. ഷീ വുഡ് ഡ്രൈവ് ദ കാർ. വണ്ടി ഓടിച്ചു കൊള്ളാമെന്ന്. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഇനിയും മനസ്സിലാകാത്തവരുണ്ടോ? അതായത് ഈ ഒരു ഭാഗം, ഈ ഒരു രീതി നമ്മൾ വുഡ് ഉപയോഗിച്ചത് ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് കാണാമോ? ഞാൻ പറഞ്ഞു തരാം. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എഴുതിക്കോളൂ. കാണത്തില്ലേലും ഞാൻ എഴുതിക്കോളൂ. സബ്ജക്റ്റ്, പിന്നെ സെഡ്, പിന്നെ നമ്മുടെ സാധനം ദാറ്റ്, പിന്നെ നമ്മൾ നൗൺ ക്ലോസ് എന്നാണ് പറയുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടായി പോകും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ്. എഗെയിൻ എന്താണ്? സബ്ജക്റ്റ് വുഡ്, പിന്നെ എന്താണ്? വേർബ് V1. ഇതിൽ ഇത്രയും ഭാഗത്തിന് നമ്മൾ നൗൺ ക്ലോസ് എന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങളിപ്പോ ഈ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചു നോക്കി. ഇതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ. എന്താ? സബ്ജക്റ്റ് സെഡ് പ്ലസ് ദാറ്റ് പ്ലസ് സബ്ജക്റ്റ് വുഡ് പ്ലസ് V1. ഈ വുഡ് ഉപയോഗിച്ചാൽ എപ്പോഴും വേർബ് എന്താണ്? ഈ തിരിച്ചെഴുതിപ്പോയല്ലേ. വുഡ് ഉപയോഗിച്ചാൽ വേർബ് എപ്പോഴും എങ്ങനെയാണ്? V1 ആണ്. അതും കൂടി എഴുതി വെക്കൂ. വില്ല് ഉപയോഗിച്ചാൽ വേർബ് എപ്പോഴും V1 ആണ്. എഴുതി വെക്കൂ. വില്ലിന്റെ കൂടെയും വേർബ് V1 ആണ്. വുഡിന്റെ കൂടെയും വേർബ് V1 ആണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് വുഡിന്റെ രണ്ടാമത്തെ ഒരു ഉപയോഗം നോക്കാം. ഐ വിൽ റീച്ച് ബൈ 7 PM. വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ V1 ആണ്. ഐ വിൽ റീച്ച് ഇടുന്നു നിങ്ങൾ പറയല്. ഐ വിൽ റീച്ച് ബൈ 7 PM എന്ന് പറഞ്ഞാൽ എന്താ? ബൈ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉള്ളിൽ, 7 മണിക്ക് ഉള്ളിൽ, 7 ബൈ എഴുതി വെക്കൂ. 7 മണിക്ക് ഉള്ളിൽ ഞാൻ എത്തും. ഐ വിൽ റീച്ച് ബൈ 7 PM എന്ന് പറഞ്ഞാൽ ഞാൻ 7 മണിക്കുള്ളിൽ എത്തും. നമ്മൾ ഒരാളെ വിളിച്ച് പറയുകയാണ്. നമ്മൾ ഉറപ്പാണല്ലോ ഇത് 7 മണിക്കുള്ളിൽ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് നിങ്ങൾ എഴുതൂ. അവൾ അടുത്ത മാസം ഒരു കാർ വാങ്ങും. എങ്ങനെ എഴുതും? അടുത്ത മാസമാണ് വാങ്ങിക്കുന്നത്. എങ്ങനെ എഴുതും? അവൾ വാങ്ങും. ഷീ വിൽ ബൈ എ കാർ നെക്സ്റ്റ് മന്ത്. അല്ലേ? അവൾ ഷീ വാങ്ങും വിൽ ബൈ എ കാർ ഒരു കാർ നെക്സ്റ്റ് മന്ത് അടുത്ത മാസം. അവൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കും. അവൾ എന്നോട് പറഞ്ഞു അവൾ ഉണ്ടാക്കാന്ന്. അപ്പൊ ഷീ വിൽ ഉണ്ടാക്കും. വിൽ കുക്ക് ഫുഡ് ഭക്ഷണ ഫുഡ് രാവിലെ. ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. ഷീ വിൽ കുക്ക് ഫുഡ് ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കും. ക്ലിയർ? ഓക്കെ, ഇത് നമ്മൾ ഇനി വുഡ് ഉപയോഗിച്ചിട്ട് ആക്കാൻ പോവാണ്. ഐ വിൽ റീച്ച് ബൈ 7 PM. ദാറ്റ് ഈസ് ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വിളിച്ച് പറയാണ് ഞാൻ 7 മണിക്കുള്ളിൽ എത്തും എന്ന് ഉറപ്പ് പറയാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ട്രാഫിക് ഒന്നും കാണാൻ നമുക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ 7 മണി കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചു 7 മണിക്കുള്ളിൽ എത്താൻ പറ്റുമെന്ന്. ഞാൻ അതെന്താണ്?
നമുക്ക് 7 മണിക്ക് എത്തിയോ? ഇല്ല. അത് നമ്മൾ എന്തിലാണ് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചറിലാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ? എത്താൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്ങനെ പറയും നമുക്ക്? They will buy a car next month. She will. അവൾ അടുത്ത മാസം കാറ് വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവള് കാറ് വാങ്ങിച്ചോ? വാങ്ങിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് എന്താണ്? അവൾക്ക് ഇപ്പൊ പൈസയായി, സോ അവള് കാറ് വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ക്ലിയർ? She will cook food in the morning. അവള് ഭക്ഷണം ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവൾ ഉണ്ടാക്കിയോ? ഒരുപക്ഷെ ഉണ്ടാക്കി കാണിയാലായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പറയേണ്ടത് അല്ലെ? അവള് ഭക്ഷണം ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഈ ഒരു സാഹചര്യത്തിൽ വുഡ് എങ്ങനെ ഉപയോഗിക്കണം? ഇത് എന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പറയാം. I will reach by 7 PM. ഞാൻ വിചാരിച്ചു. എങ്ങനെ പറയണം? ഞാൻ വിചാരിച്ചു. Think we one thought. I thought. ഞാൻ എന്താണ് വിചാരിച്ചത്? എന്താ വിചാരിച്ചത്? അവൾ ഞാന് 7 മണിക്കുള്ളിൽ എത്തുമെന്ന്. അപ്പൊ I thought I would reach by 7 PM. I would reach by 7 PM. I thought I would reach by 7 PM. ഞാൻ വിചാരിച്ചു 7 മണിക്കുള്ളിൽ എനിക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ I thought I will reach. ഇവിടെ നിങ്ങൾ എഴുതരുത് would reach. Again, she will buy a car next month. ഞാൻ വിചാരിച്ച അവൾ ഒരു കാറൊക്കെ അടുത്ത മാസത്തേക്ക് വാങ്ങിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമുക്ക് അയൽക്കാരെ കുറിച്ച് ഇച്ചിരി വിചാരം കൂടുതലാണ് അല്ലെ? സോ I thought എന്താണ് ഞാൻ വിചാരിച്ചത്? അവൾ വാങ്ങിക്കുമെന്ന്. She would buy, ബാക്കി നിങ്ങൾ എഴുതിക്കോളൂ, എ കാർ നെക്സ്റ്റ് മന്ത്. I thought ഞാൻ വിചാരിച്ചു she would buy a car next month. അടുത്ത മാസം കാറ് വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെയൊക്കെ വുഡിന്റെ അർത്ഥം എന്താണ്? വാങ്ങിക്കുമെന്ന്, വരുമെന്ന്. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഇത് വേഗം നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്തോളൂ. She will cook food in the morning. ഞാൻ വിചാരിച്ചു അവൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുമെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് രീതിയിൽ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഒത്തിരി രീതിയിൽ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഒരു 2 ഉപയോഗം എന്ന പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇത് മതി, കൂടുതൽ പഠിച്ചാൽ നമുക്ക് ബോറടിക്കും. അപ്പൊ വുഡിന്റെ വില്ലിന്റെ പാസ്റ്റ് മാത്രമല്ല വുഡ് എന്ന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ പറയുക. വില്ലിന്റെ പാസ്റ്റ് ഫോം മാത്രമല്ല വുഡ് പാസ്റ്റ് ആണ്. നമുക്ക് വുഡ് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ റിപ്പോർട്ട്, ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് എങ്ങനെ സംസാരിക്കാം വുഡ് വെച്ചിട്ട്, ഫ്യൂച്ചറിലെ കാര്യങ്ങൾ. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതെന്തുകൊണ്ടാണ് എന്ന് കമന്റ് ചെയ്യാം. ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം തന്ന സെന്റൻസ് വളരെ ക്ലിയർ ആയിട്ടാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാനതിന് മറുപടി തന്നിട്ടില്ല, തരാം കേട്ടോ. ഓരോ തിരക്കിൽ പെട്ടുപോകുന്നതുകൊണ്ടാണ് തരാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഒന്ന് പഠിച്ചത് മൊത്തം ഒന്ന് ഞാനിവിടെ എഴുതാം. നിങ്ങൾ പെട്ടെന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ. അവൻ ജോലിക്ക് പോയി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പെട്ടെന്ന് സമയം അതിന്റെ ആവശ്യമില്ല. അവൻ ജോലിക്ക് പോയി. പെട്ടെന്ന് എഴുതിക്കോളൂ. went to work. ജോലിക്ക് പോയി. അവൻ ജോലിക്ക് പോകുവാണ്. എഴുതിയോ നിങ്ങൾ? പോകുവാണ്. he is going to work. അവൻ ജോലിക്ക് പോകുകയായിരുന്നു. he was going to work. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒന്ന് നോക്കുക. ഞാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.